നമസ്കാരം. അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. सुप्रभातम सुस्वागतम और आमची मुंबई का अपना रियलिटी शो गुडविन गोल्डन वॉइस 2016 നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, പ്രീത മാം. പ്രായപരിധി ഇല്ലാതെ ഏതൊരു ഗായകനും അവരവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഈ ഒരു വേദിയിൽ അടുത്തതായി എത്തുന്നു അഞ്ജലി. അഞ്ജലി കുട്ടി, ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016 എൻ്റെ പുലിക്കുട്ടി എന്നാണ് പറയുന്നത്, അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ? ഇപ്പൊ സ്വന്തം എഫേർട്സ് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിക് നെയിം ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇതുവരെയുള്ള ഒരു യാത്ര എങ്ങനെയുണ്ട്? നല്ല യാത്ര, നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്തൊക്കെയാണ്? റിലേറ്റീവ്സ് ആയാലും ബാക്കി ഫ്രണ്ട്സ്, സ്കൂളിൽ എന്താ പറയുന്നത്? നല്ല റെസ്പോൺസാണ്. മെയിൻലി സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് കൂടുതൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഓൾറെഡി ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടിയും ഇതായി. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം ഉണ്ടാവാറുണ്ടോ പൊതുവെ? ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സജഷൻസ് കൊണ്ടാണല്ലേ. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മെലഡി റൗണ്ടിന്? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. വെരി ബ്യൂട്ടിഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് ഫെമിലിയർ സോങ് ആണ് അല്ലേ? എല്ലാ റിയാലിറ്റി ഷോയിലും ഒരിക്കലെങ്കിലും ഈ പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016 വേദിയിൽ അഞ്ജലിയുടെ ശബ്ദത്തിൽ കേൾക്കാം. സോ അഞ്ജലിയുടെ മെലഡി റൗണ്ടാണ് ഇപ്പോൾ, നമുക്ക് ആസ്വദിക്കാം.
അഞ്ജലി വെൽ പ്രാക്ടീസ്ഡ് താങ്ക് യു ചേച്ചി. അല്ലേ എന്ന് എനിക്ക് തോന്നി ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക്. അപ്പോൾ സംഗീതമല്ലാണ്ട് വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഏത് ഡാൻസ് ഫോമാണ്? ഭരതനാട്യം. ഭരതനാട്യം. ഓക്കെ, വെരി നൈസ്. അപ്പോൾ പാട്ട് ആരുടെ പഠിക്കുന്നത്? പാട്ട് പ്രസന്ന ടീച്ചർ എന്നുണ്ട്. പ്രസന്ന ടീച്ചറുടെ അടുത്ത്. അപ്പോൾ ഈ ടൈപ്പ് പാട്ടുകളും പ്രസന്ന ടീച്ചർക്ക് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ടീച്ചർ കറക്ഷൻ ചെയ്തരാണ്. ടീച്ചർ കറക്ഷൻ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ശ്രീകുമാർ സർ. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി. അഞ്ജലി നല്ല സുഖമായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. അഞ്ജലി നല്ലപോലെ പാടി. അപ്പൊ തന്നെ ഈ ശബ്ദത്തിനൊരു അതിൻ്റെയൊക്കെ നമ്മൾ ഒരു പാട്ടുകാരൻ്റെ ശബ്ദത്തിന്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞ. ആ പാടുന്നതിൻ്റെ ഒരു പാഷനോ ഫീലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ശബ്ദം ഒരു പ്രശ്നമേ അല്ല എന്ന് ഒരിക്കൽ ഹരിഹരൻ സാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യണം. ഇനിയും ഈ പ്രായത്തിൽ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ചിലതുണ്ട്, അതൊക്കെ ചെയ്യണം. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാം, അതിൽ ധാരാളം അങ്ങനെയുള്ള എക്സസൈസസ് ഉണ്ട്. വെസ്റ്റേൺ അതിൽ കുറേ ടെക്നിക്സ് ഉണ്ട് ശബ്ദം ഇമ്പ്രൂവ് ചെയ്യാൻ, അതൊക്കെ ചെയ്യണം. പക്ഷെ പാടുന്ന സിംഗിങ് ടെക്നിക്കും ഒക്കെ നല്ലതാണ്, നല്ല ഭാവമാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് ഭാവം അത്യാവശ്യമാണ്. ഇതിന്റെ ഒരു ഹിന്ദി പാട്ട് ഈ രാഗത്തിലുണ്ട്, ഏതാണ്? അപ്പൊ ബുദ്ധിയുണ്ട്. മറക്കൂ എവിടെയാണ്? മറ്റേ മിഡ് പല്ലവി പാടി ഏറ്റവും നന്നായിട്ട് പാടിയ ഒരു പോർഷൻ ഉണ്ട്. ചിരിക്കാനറിയാത്ത മിഡ് പല്ലവിയില്, പല്ലവി കഴിഞ്ഞ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്നൊരു മിഡ് പല്ലവി ഉണ്ട് അവിടെ. പക്ഷെ അതിനൊക്കെ മറക്കൂ ആ നോട്ട് കിട്ടില്ല. പഠിക്കുക, മറക്കൂന്ന് പഠിക്ക്. അതിപ്പോ കിട്ടി. അതുപോലെ ഒരു നാൾ ചരണത്തിൽ വരുന്ന ഒരു നാൾ എന്ന് പറഞ്ഞൊരു പോർഷനില്ലേ, അത് അസലായിട്ട് പാടി. അതൊന്ന് പാടിക്കത്. നിങ്ങൾ തൻ മുമ്പിൽ എത്തിയില്ല. നിങ്ങൾ തൻ മുമ്പിൽ കത്തിയെരിഞ്ഞവൾ ഞാൻ ഒരു നാൾ. സൂപ്പർ. ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ അതാണ് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് ബിൽറ്റിൻ ആയിട്ട് വന്നൊരു കേസാണ്. പിറന്നപ്പോഴേ അങ്ങനെ വന്നതാണ്. അതല്ലേ സർ ഞങ്ങളുടെ പുലിക്കുട്ടിയായത്. താങ്ക് യു സർ. പ്രീത മാം. മോളെ നന്നായി പാടി. താങ്ക് യു. ഇവിടെ പറഞ്ഞതിൽ അപ്പുറം ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് തോന്നിയത് കർപ്പൂരനാളം അങ്ങനെ ഒരു സംഗതി ഇല്ലേ മോളെ അതില്? അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് മോളത് പ്ലെയിൻ ആയിട്ടാണ് പാടിയത്. ബാക്കി എല്ലാം ഉണ്ട് അതിൽ. ഓക്കെ, കുറച്ചും എനിക്ക് ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ അതിനി പോകെ വന്നോളൂ. ഇപ്പം കൊച്ചുകുട്ടിയല്ലേ, പുലിക്കുട്ടിയായിട്ടില്ലേ, വലിയ പുലിയാവട്ടെ. ഒന്നൊന്ന്. താങ്ക് യു പ്രീത മാം. അപ്പോൾ പുലിക്കുട്ടി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? എന്നിട്ട് വേണം പുലിക്കുട്ടിക്ക് ബാക്കിയുള്ളവരൊന്ന് കിടുകിടാ ഉറപ്പിക്കാൻ, മാർക്സ് ഒക്കെ അറിഞ്ഞിട്ട്. പ്രീത മാം 47. ബ്രില്യൻറ്റ്. ശ്രീകുമാർ സർ. ഞാനും കുറയ്ക്കുന്നില്ല, 47. താങ്ക് യു. അപ്പോൾ ഇതുവരെയുള്ള ഹയസ്റ്റ് മാർക്സ് ആണോ? ഇനിയും കോമ്പറ്റീഷൻ അങ്ങോട്ട് പോവാനുണ്ട്. എന്നാലും പുലിക്കുട്ടി കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ബി വെയർ അല്ലേ? സോ വിത്ത് 94 out of 100 നമ്മുടെ പുലിക്കുട്ടി വീണ്ടും നല്ല മാർക്സോടെ ഇതാ പാസ്സായിരിക്കുന്നു. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016 ഈ വേദിയിൽ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു രാഹുൽ മുരളീധരൻ. രാഹുൽ, തവം ഗ്രൂപ്പിന്റെ കൂടെ കുറച്ച് കഴിഞ്ഞ് കോറസ് ഒക്കെ വിട്ട് ഓർക്കസ്ട്രയിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ നാടൻ പാട്ട് റൗണ്ടില്. അപ്പൊ എന്തൊക്കെ വിദ്യകളുണ്ട് കയ്യില്? ചെണ്ട അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പലതും ഒക്കെ കണ്ടു തവം ഗ്രൂപ്പിന്റെ കൂടെ. അപ്പൊ എന്തൊക്കെയുണ്ട് ടോട്ടലി? അയ്യോ എന്തൊരു എണിവാശോ. എന്നാലും ഒരു ലിസ്റ്റ് പറയായിരുന്നോ എന്തൊക്കെ അറിയാം എന്നുള്ളത്? അങ്ങനെയല്ല, ഞാൻ ചെണ്ട പഠിക്കുന്നുണ്ട്. ആദ്യം പാട്ടാണ് തുടങ്ങിയത്, പിന്നെ ചെണ്ട പഠിക്കുന്നു, പിന്നെ കുറച്ച് കഥകളി സംഗീതം ആയിട്ട് കുറച്ച്
ഇടപെട്ടു. പിന്നെ ഡാൻസിന് കുറച്ച് പാടി. അപ്പൊ എന്തിനാണ് കൂടുതൽ ഒരു ഭ്രമം എന്ന് പറയാം, നമുക്ക് ഒരു ക്രേസ്? പാട്ടിനോടാണ് അല്ലേ? ഓക്കെ, അപ്പൊ രാഹുലിനെ പറ്റിയൊരു വേദിയാണത്, ഗുഡ്വിൻ ഗോൾഡൻ വോയിസിന്റെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? മഴക്കാർ എന്ന സിനിമയിലെ പ്രളയ പയോധി എന്നുള്ള പാട്ടാണ്. ഓക്കെ രാഹുൽ, അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഒരു ജേർണി വളരെ കംഫർട്ടബിൾ, വളരെ സൂതിങ് ആയിരുന്നു. രാഹുലിനും കേൾക്കുന്ന ഞങ്ങൾക്കും പിന്നും അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. മൺവന്തരങ്ങൾ ജനിച്ചു മരിക്കുമേ മൺമതിൽ കെട്ടിനു മുകളിൽ, ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടംബലം നിൽക്കും തേരിൽ. സൗരയുധങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്തൊരു സൗരഭ്യം കാലമേ. ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. സ്വർണപാത്രം കൊണ്ടു സത്യം മറയ്ക്കുമേ സംക്രമസന്ധ്യതന്നടയിൽ, പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ. സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യമെന്തൊരു സൗന്ദര്യം കാലമേ. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്കു മാത്രം, എനിക്കു മാത്രം, എനിക്കു മാത്രം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. രാഹുൽ പാടി വേർത്തല്ലോ. ഇച്ചിരി തൊണ്ടയുടെ ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ ഒരു ഭയങ്കര നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഐ ഫൗണ്ട് ഇറ്റ് ഫെയർലി ഗുഡ്. പക്ഷെ രാഹുൽ എന്ത് പാടിയാലും എൻ്റെ ചെവിയിൽ ഇപ്പോഴും മൂളുന്നത് അജിത ഹരയാണ്, അത് മറക്കാൻ പറ്റുന്നില്ല ഓണസ്റ്റ്ലി. എന്തായാലും ഓവർ ടു ദി ജഡ്ജസ്. പ്രീത മാം. രാഹുൽ നന്നായി പാടി. ഒന്നാമതായിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തതിനുള്ള ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സോങ്ങാണിത്. ഇത് സെലക്ട് ചെയ്തത് റിയാലിറ്റി ഷോക്ക് എല്ലാവരും എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒരു പാട്ട്
പാടി അതങ്ങോട്ട് മുഴുവിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ പാട്ട് വളരെ ഞാൻ പറയായിരുന്നു ശ്രീയേട്ടനോട്, ഇത് പ്രോഗ്രാമിനാണെങ്കിൽ പോലും ഇതിൻ്റെ അനുപലവിയിലും ചരണത്തിലും ഒക്കെ കാലമേ എന്നുള്ള അത് സിംഗേഴ്സിനത് കഴിവതും ഇത് ആർക്കെങ്കിലും കിട്ടുക അതെനിക്ക് വേണ്ട, ഞാൻ മറ്റത് പാടാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കണ്ടിട്ടുണ്ട്. ഇത് വളരെ വയലാർ ദേവരാജൻ മാഷ് അവരുടെ ടീമിൻ്റെ ഭയങ്കര നല്ലൊരു പാട്ടാണ്. നന്നായി പാടി. ആദ്യം ഈസി ആയിട്ട് പോയി, ഞങ്ങൾ അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. സെക്കൻഡ് കുറച്ചൊരു ഓൺ ദ ഹോൾ കുറച്ചൊരു പേടി ഇൻഫെക്ഷൻ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓപ്പൺ ത്രോട്ടിൽ പാടിയാൽ ഇനി അത് കീറിപ്പോവോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ സിംഗിങ് അത് മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്തപ്പോൾ അല്ലേ കുറച്ച് ഒരു എനിവേസ് നന്നായി പാടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശ്രീകുമാർ സർ. രാഹുലിന് അസുഖമില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകുമായിരുന്നു അല്ലേ? ഇപ്പൊ തന്നെ പെർഫെക്റ്റ് ആണ് ഓൾമോസ്റ്റ്. താങ്ക് യു. അതാണ് പല്ലവി പാടിയപ്പോൾ വളരെ സ്മൂത്തായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെ പോകും എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു. പക്ഷെ വളരെ സ്മൂത്തായിട്ട് ആദ്യത്തെ ചരണം വളരെ സ്മൂത്തായിരുന്നു. സെക്കൻഡ് ചരണം ലേശം സ്ട്രെയിൻ എന്നേ ഉള്ളൂ. പക്ഷെ ശ്രുതിയൊക്കെ ചേർന്നു. ത്രോട്ട് ഡ്രൈ ആയി തുടങ്ങിയപ്പോഴേക്കും അതെ, പക്ഷെ ശ്രുതി ചേർന്നു, അതൊക്കെ ചേർന്നു. ഒൺലി തിങ് ലാസ്റ്റിലെ എൻഡിങ്ങിൽ മാത്രം നമ്മൾ ഇങ്ങനെ കൊണ്ടങ്ങോട്ട് എത്തിക്കില്ലേ, തീർത്ത് കളയാന്നുള്ള അങ്ങനെ കാലമേ എന്ന് പറഞ്ഞാൽ ചേർന്നില്ല എന്നേ മാത്രം. ബാക്കി എല്ലാം വളരെ സൂപ്പറായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. രാഹുൽ അല്ലെങ്കിലും ഒരു വൺ ഓഫ് ദ ടോപ്പ് ലിസ്റ്റഡ് കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങളുടെ ഗുഡ്വിൻ ഗോൾഡൻ വോയിസിൽ. അപ്പോൾ ഇപ്പോഴത്തെ മാർക്സും ഏകദേശം അത് തന്നെ ആയിരിക്കുന്ന ജഡ്ജ്മെന്റ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്നാലും നമുക്ക് മാർക്സ് ഒന്ന് ചോദിച്ചു കളയാം. ശ്രീകുമാർ സർ. 46. താങ്ക് യു. പ്രീത മാം. 46 ടോട്ടലി പെർഫോമൻസ് ഇതിനെല്ലാത്തിനും +1. ഈ സോങ് സെലക്ട് ചെയ്തതിന് പ്രത്യേകിച്ച് 46 + 1 47. 93 out of 100. രാഹുൽ, ഗ്രേറ്റ് ഗോയിങ്. ഇതുപോലെ തന്നെ ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഡോംബിവിലി നിവാസികളായ താന്യയും രാജശ്രീയും കലാസ്വാദകരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. മുംബൈയുടെ പ്രാന്തപ്രദേശമായ ഡോംബിവില്ലി ധാക്കൂർ ഹാളിൽ വെച്ച് ശ്രീമതി രാധിക പ്രേമാനന്ദൻ ടീച്ചറുടെ ശിഷ്യകളായ കുമാരി തന്യ നായർ, കുമാരി രാജശ്രീ രാജൻ എന്നിവരുടെ ഭരതനാട്യ അരങ്ങേറ്റം നടന്നു. ഡോക്ടർ ഉമാറിലെ ഉദ്ഘാടനം നിർവഹിച്ച അരങ്ങേറ്റം സദസ്സിന്റെ മികവ് കൊണ്ടും കുട്ടികളുടെ കഴിവുകൊണ്ടും നിറസാന്നിധ്യമായിരുന്നു. പ്രതിഭയുടെ മികവ് കൊണ്ടും താളത്തിന്റെ മിഴിവുകൊണ്ടും ചിട്ടയുടെ വശ്യത കൊണ്ടും അരങ്ങേറ്റം തികച്ചും ദൃശ്യചാരുത ഉണർത്തുന്നതായിരുന്നു. തിരഞ്ഞെടുത്ത നൃത്തവിന്യാസങ്ങൾ എല്ലാം അരങ്ങേറ്റത്തെക്കാൾ ഒരു സമ്പൂർണ്ണ നൃത്തരൂപമായി പരിണമിച്ചു. വർഷത്തെ അഭ്യസനത്തിൽ A ഗ്രേഡ് സർട്ടിഫിക്കറ്റുകൾ നളന്ദ നൃത്തവിദ്യാലയം ഇവർക്ക് നൽകി ആദരിച്ചു. മുംബൈയിലും കേരളത്തിലും വിവിധ വേദികളിൽ ഇവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം ഈ നൃത്തപഠനവും കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ കുട്ടികളും മാതാപിതാക്കളും സംതൃപ്തരാണ്. There is a proverb, aim for the stars, at least you will land up in the moon. And of course, as every girls of their age, Tanya and Rajeshri had their dreams, and that dream has made them land up here. ഹരിനായരുടെ മകളായ താന്യ നായരും
രാജൻ കിണറ്റിങ്കരയുടെ മകളായ രാജശ്രീ രാജന്റെയും അരങ്ങേറ്റം എന്തുകൊണ്ടും ശൈലീഭേദമില്ലാത്ത ഒരു നൃത്ത വിരുന്നായിരുന്നു. ഡോക്ടർ ജയശ്രീ സതീഷ് മേനോൻ ചടങ്ങുകൾ നിയന്ത്രിച്ചു. കല്യാൺ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ കൺവെൻഷൻ നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കല്യാൺ രൂപതയുടെ ആഭിമുഖ്യത്തിൽ 4 ദിവസമായി നടന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിൽ ഇതര ഭാഷക്കാരടക്കം 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നവി മുംബൈ ഐഡോളി പട്നി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ നാനാ മതസ്ഥരടക്കം 10,000-കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കേരളത്തിലെ പ്രശസ്തമായ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളന്മനാലിന്റെ നേതൃത്വത്തിൽ ധ്യാന ശുശ്രൂഷകളും നടന്നു. കല്യാൺ രൂപത ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ കൃപാഭിഷേക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കല്യാൺ രൂപതയെ സംബന്ധിച്ച് വളരെ ചരിത്രപ്രധാനമായ ഒരു സംഭവമായിട്ട് ഇതിനെ എണ്ണേണ്ടതുണ്ട്. കാരണം ആദ്യമായിട്ടാണ് കല്യാൺ നെരൂൾ ലിറ്റിൽ ഫ്ലവർ ദേവാലയാങ്കണത്തിൽ സംഘടിപ്പിച്ച കൗൺസിലിംഗിലും നിരവധി കുടുംബങ്ങളാണ് പങ്കെടുത്തത്. രോഗികൾക്കായുള്ള രോഗശാന്തി ശുശ്രൂഷയും ചടങ്ങുകളോടനുബന്ധിച്ച് നടന്നു. നവി മുംബൈയിൽ പുതിയ ശാഖയുമായി മാളവിക ചിറ്റ്സ്. മാളവിക ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നവി മുംബൈയിലെ വാശിയിൽ പുതിയ ശാഖ തുറന്നു. സിദ്ധിവിനായക് മന്ദിരത്തിന്റെ മുഖ്യ കാര്യദർശിയായ സഞ്ജീവ് എസ് പാട്ടീൽ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ TTC പ്രസിഡന്റ് KR ഗോപി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ മാളവിക ചിറ്റ്സ് ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ മനോജ് മാളവിക വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതമേകി. ശില്പി എഞ്ചിനീയറിംഗ് നെറ്റ് മാനേജിംഗ് ഡയറക്ടർ TN ഹരിഹരൻ, ഹോളി ഏഞ്ചൽസ് സ്കൂൾ ചെയർമാൻ ഉമ്മൻ ഡേവിഡ്, അഡ്വക്കേറ്റ് പത്മ ദിവാകർ, സാമൂഹിക പ്രവർത്തകരായ NK നവാസ്, KP ശ്രീജിത്ത്, NK ഭൂപേഷ് ബാബു, ലയൻ കുമാരൻ നായർ, ശ്രീകാന്ത് നായർ, CP ബാബു തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശ്രദ്ധ ശ്രീദേവ് ചടങ്ങുകൾ നിയന്ത്രിച്ചു. ഫാസ്റ്റോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക്